ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പെരുന്നാളിന് ഉച്ചയ്ക്ക് മന്തിയാണ് റെഡിയാക്കിയത്. അപ്പോൾ മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്തെടുത്തു. ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പെരുന്നാളിനും തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ചിക്കൻ മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തെടുത്ത നല്ല ജീരകം, ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ചിക്കൻ ക്യൂബ് 1, 2 ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തത്, 5 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത്, 3 ടേബിൾ സ്പൂണോളം പുതിനയില ചെറുതായി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 125 ml കപ്പിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തു. ഈ ഒരു റെസിപ്പി ഞാൻ ചാനലിൽ ഏകദേശം 1 വർഷം മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ അതൊന്ന് പോയി ചെക്ക് ചെയ്യണേ. ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ പെരുന്നാളിനുണ്ടാക്കിയ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നാട്ടിൽ വന്നിട്ട് പെരുന്നാളിന് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിത് തലേ ദിവസം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് പിന്നെ മന്തി റെഡിയാക്കി എടുത്തത്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഒരു 10 മണിയായി മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴാണ് മന്തി ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറിയത്. അപ്പോഴാണ് പാത്രങ്ങളുടെ ഷോർട്ടേജ് മനസ്സിലായത്. അപ്പോൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയം കലമാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കലം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് ഷെയർ ആക്കിയത് കൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ മന്തി ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് കരുതി. 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച് സെല്ല ബസുമതി റൈസ് ഗോൾഡൻ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് വെള്ളം ബോയിലായി വരുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഡ്രെയിൻ ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നാട്ടിൽ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് ഫീൽ ചെയ്യാറ്. കാരണം പാത്രങ്ങളുടെ ഷോർട്ടേജ് അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. വീഡിയോസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് വളരെ കുറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് ഒന്ന് സെറ്റായിട്ട് വേണം വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ചെറിയ രീതിയിലേ വീഡിയോസ് ഇടാൻ പറ്റുന്നുള്ളൂ. മക്കളുടെ സ്കൂളും അതിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കിച്ചൺ ആക്സസറീസിൻ്റെ ഒരു ഷോർട്ടേജും ഒക്കെ കൊണ്ടാണ് വീഡിയോസ് വളരെ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് റെഡിയായി കിട്ടി. പിന്നെ ഞാനത് വടിക്കലത്തിലിട്ടാണ് വടിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചരുവത്തിലേക്കാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തലേദിവസം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പ് ആറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഈ ചരുവത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം ചെറിയൊരു തണുപ്പ് ചിക്കനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്ന ശേഷം ഒരു 10-12 മിനിറ്റ് വരെ വൺ സൈഡ് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു മൂടി സെർച്ച് ചെയ്യാണ്. ചരുവത്തിന് നല്ല കൃത്യമായിട്ടൊരു മൂടി കിട്ടുന്നില്ല. ഇതിപ്പോൾ ചെറിയ മൂടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് കവർ ചെയ്യുന്ന ഒരു മൂടിയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എയറൊന്നും പുറത്ത് പോകാതെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അങ്ങനെ തപ്പി ഒരു സ്റ്റീലിൻ്റെ ലിഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് കവർ ചെയ്ത് കൊടുത്തത്. ഒരു 12 മിനിറ്റ് വൺ സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം എല്ലാം ഒന്ന്
എല്ലാ പീസസും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒരു 12 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കൻ റെഡിയായി കിട്ടും. അങ്ങനെ ഒരു 10-25 മിനിറ്റ് കൊണ്ട് ചിക്കൻ മസാല റെഡിയായി കിട്ടും. ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും അടച്ച് ഒരു 12 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. ഇത് ഇപ്പോൾ അടികട്ടിയില്ലാത്ത ചരിവായതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പതുക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു. കാരണം അടി പിടിച്ച് പോയാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നല്ല അടികട്ടിയുള്ള പാത്രമാണ് വെക്കുന്നതെങ്കിൽ ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചിക്കൻ ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി ഞാനൊരു ചെറിയ ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ എനിക്കൊരു 3/4 മണിക്കൂർ മാക്സിമം മതി മന്തി ഉണ്ടാക്കാൻ. പക്ഷേ ഇതെനിക്ക് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. കാരണം ഒരുപാട് നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നു. പാത്രങ്ങളില്ലാത്തതും പിന്നെ ഇതുപോലെ ചാർക്കോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിരട്ട കത്തിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല മഴയാണല്ലോ, മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ചിരട്ട നന്നായിട്ട് അങ്ങ് കത്ത് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോയി നന്നായി ഒന്ന് 2-3 ചിരട്ട ഇതുപോലെ കത്ത് പിടിപ്പിച്ച ശേഷമാണ്, ചാർക്കോൾ അങ്ങനെ റെഡിയാക്കി എടുത്ത ശേഷമാണ് ഞാൻ വേഗം റൈസ് ഇതിലേക്ക് തട്ടുന്നത്. അപ്പോൾ മസാല ആക്കിയ ശേഷം ഞാൻ കുറച്ച് നേരം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഇതിലുണ്ടായിരുന്ന ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ, റൈസ് കുക്ക് ചെയ്തപ്പോൾ ചേർത്ത് കൊടുത്ത ആ ഡ്രൈഡ് ലെമൺ ഇതിലേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആ ഗ്രേവി റൈസിന് മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചാർക്കോൾ വെച്ചാണ് മന്തി ഉണ്ടാക്കുന്ന സമയത്ത് സ്മോക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എന്നാൽ ഇത് ചിരട്ട വെച്ചായതുകൊണ്ട് തന്നെ ഇപ്പോൾ വേനൽക്കാലം അല്ലാത്തതുകൊണ്ടും മഴക്കാലവും നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടും ചിരട്ട നല്ല തണുത്തിരിക്കുന്നതുകൊണ്ടും ഒക്കെ കത്ത് പിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു കണക്കിന് 2-3 ചിരട്ട ഞാൻ പുറത്ത് കൊണ്ടുപോയി കത്തിച്ചെടുത്ത ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ച് ചോറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഒരു മൂടി വെച്ച് കവർ ചെയ്തു. കുറച്ച് നേരം ഞാൻ കൈവച്ച് തന്നെ അടച്ചു പിടിച്ചു കേട്ടോ. പക്ഷേ ചൂട് സഹിക്കാനാവാതായപ്പോൾ ചെറിയൊരു ഉരലെടുത്ത് കമിഴ്ത്തി കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വെച്ചു. 15 മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിത് തുറക്കുന്നത്. ഫ്ലേവറൊക്കെ കിട്ടിയോന്ന് അറിയാനായിട്ട് മണത്തി നോക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചിരട്ട കത്തിക്കുന്ന സമയത്ത് പുകയൊക്കെ മൂക്കിലേക്ക് കയറി കോൾഡ് പോലെയായി. അപ്പോൾ അതുകൊണ്ട് മണമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാനൊന്ന് മണത്തി നോക്കിയതാണ് അതിൻ്റെ ചാർക്കോളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടോയെന്ന്. ചരിവും കലമൊക്കെ ഉപയോഗിച്ച് അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ നല്ലൊരു മന്തി റെസിപ്പി റെഡിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു റെസിപ്പിയാണിത്. ഞാൻ മുമ്പ് ഷെയർ ആക്കിയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. റൈസ് ലാസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പീസുകളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.